വാട്സ്ആപ്പ് ഗായ്സ്, വീണ്ടും അതിമനോഹരമായ പുതിയൊരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഗായ്സ് സുസ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഗായ്സ്, നമ്മുടെ ബാല്യകാലം മനോഹരമാക്കിയ ചിരിയുടെ രാജാക്കന്മാർ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷമിച്ചിരിക്കാം. പക്ഷേ ആ സമയങ്ങളിൽ നമ്മളെ ചിരിപ്പിക്കാൻ ചില മുഖങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് യാഥാർത്ഥ്യം. TV ഓണാക്കിയാൽ മതി, ഒരു സിനിമ വന്നാൽ മതി, വീട് മുഴുവൻ ചിരി നിറയും. അതൊരു സത്യമാണ്. ഇന്ന് ആ ചിരിയുടെ പിന്നാലെ പല മുഖങ്ങൾ നമ്മോടൊപ്പം ഇല്ല. പക്ഷേ അവർ നൽകിയ സന്തോഷം ഇന്നും നമ്മുടെ കൂടെ ജീവനോടെ തന്നെ ഉണ്ട്. ഇത് വെറും അഭിനേതാക്കളുടെ കഥയല്ല, ഇത് നമ്മുടെ ബാല്യകാലത്തിൻ്റെ കഥയാണ്. മലയാള സിനിമയുടെ ചിരിയുടെ സുവർണകാലം. 90-ഉം 2000-ഉം മലയാള സിനിമയുടെ ഗോൾഡൻ എറ ആയിരുന്നു. അന്നത്തെ സിനിമകളിൽ ഒരു കോമഡി എന്ന് പറയുന്നത് അതൊരു സാധാരണ ട്രാക്കല്ലായിരുന്നു. അന്നത്തെ കാലത്ത് കോമഡി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു സിനിമയുടെ ആത്മാവ് തന്നെയായിരുന്നു. അന്നത്തെ കാലത്ത് ജഗതി ശ്രീകുമാർ, ഇന്നസെൻറ്റ്, മാമുക്കോയ, അതുപോലെ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഒരുപാട്, കലാഭവൻ മണിയുണ്ട്, അങ്ങനെ ഒരുപാട് താരനിരകൾ, കോമഡി ഹസ്യ താരങ്ങൾ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇതിൽ ജഗതി ശ്രീകുമാർ നമ്മുടെ കൂടെ ഇപ്പോഴുമുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്, അതൊരു വലിയൊരു മിസ്സിങ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഓരോരുത്തരും ഓരോ ഗോൾഡൻ സ്റ്റാർ തന്നെയായിരുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ കോമഡി ജീനിയസും ടൈമിങ്, എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, ഒരു സീന് പോലും ബോറാകാത്ത നടന്മാർ തന്നെയായിരുന്നു ഇവരെല്ലാവരും. പ്രത്യേകിച്ച് ഇന്നസെൻറ്റ്, നിഷ്കളങ്കതയുടെ മുഖം, സീരിയസ് ഡയലോഗ് പോലും ഫണ്ണിയാക്കുന്ന ഒരു മാജിക്കൽ ടാലൻറ്റ്. മാമുക്കോയ, മലപ്പുറം സ്ലാങ്ങിൽ മലയാള സിനിമയിൽ ഒരു ഇമ്മോർട്ടലാക്കിയ മനുഷ്യൻ, നാച്ചുറൽ ആക്ടിങ് എന്താണെന്ന് പഠിപ്പിച്ച കലാകാരൻ. അങ്ങനെ പിന്നെ കൊച്ചിൻ ഹനീഫ, വില്ലനായാലും കോമഡി ആയിരുന്നാലും അൺഫർഗട്ടബിൾ പ്രസൻസ് എന്ന് പറയുന്നത്, ഡയലോഗ് ഡെലിവറി തന്നെ കോമഡി. CID മൂസയിൽ അദ്ദേഹം ഒരു രക്ഷയുമില്ല. കലാഭവൻ മണിയുണ്ട്, ഓട്ടോ ഡ്രൈവർ മുതൽ നാഷണൽ ലെവൽ ആക്ടർ വരെ ഉയർന്ന ഇൻസ്പിറേഷൻ, കോമഡി, ഇമോഷണൽ ഈക്വലി പവർഫുൾ. അതുപോലെ തന്നെ നെടുമുടി വേണു, ക്ലാസ് ആക്ടിങ് ഡെഫിനിഷൻ. അങ്ങനെ ഒട്ടേറെ അനവധി നടന്മാർ. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ഈ ചിരി മിസ് ചെയ്യുന്നു? ഇന്ന് സിനിമകൾ വലുതാണ്, ബഡ്ജറ്റും വലുതാണ്, ടെക്നോളജി വലുതാണ്. പക്ഷേ ആ പഴയ സിനിമകളിലെ ഹാർട്ട് ഇന്ന് ഇല്ലെന്ന് പലരും പറയുന്നു. കാരണം അവിടെ ആർട്ടിഫിഷ്യൽ കോമഡി ഇല്ലായിരുന്നു, റിയൽ മനുഷ്യരും റിയൽ ഇമോഷനുമായിരുന്നു. ഇന്ന് യൂട്യൂബിൽ ഒരു പഴയ സീൻ കണ്ടാൽ പോലും നമ്മൾ ഓട്ടോമാറ്റിക്കലി സ്മൈൽ ചെയ്യും. അതാണ് അവർ നേടിയ വിജയം. നമുക്കൊരു ഇമോഷണലായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ന് നമ്മോടൊപ്പം ഇല്ലായിരിക്കാം, പക്ഷേ ഓരോ സിനിമയിലും അവർ വീണ്ടും ജീവിക്കുന്നു. നമ്മൾ ചിരിക്കുന്ന ഓരോ നിമിഷത്തിലും അവർ വീണ്ടും ജനിക്കുന്നു. ലെജൻഡ്സ് നെവർ ഡൈ, ദേ ലിവ് ത്രൂ മെമ്മറീസ്, ദേ ലിവ് ത്രൂ ലാഫ്. കാലം അവരെ നമ്മളിൽ നിന്ന് എടുത്തു, പക്ഷേ അവർ നൽകിയ ചിരിയും സമയം നമ്മളിൽ നിന്ന് എടുത്തിട്ടില്ല, അത് വീണ്ടും ജീവിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏവർക്കും പീസ് ഔട്ട് ഗൈസ്, പീസ് ഔട്ട്.